എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. നമ്മുടെ ശരീരത്തിലെ അമിതവണ്ണം കുറയ്ക്കുന്നതിനും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ രക്തക്കുറവ് പരിഹരിക്കുന്നതിനും കാൽസ്യക്കുറവ് പരിഹരിക്കുന്നതിനും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ ഒരു വിത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ, അതായത് നമ്മുടെ തംബ്നെയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത് പ്രധാനമായിട്ടും സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുന്നത്. കാരണം സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് കാൽസ്യക്കുറവും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ കുറവും, അതായത് രക്തക്കുറവും, മുടി കൊഴിച്ചിലും, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും, അതുപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസും ഇതെല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. ആർത്തവ സംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ എല്ലുകളുടെ ബലക്കുറവ്, ബലക്ഷയം, തേയ്മാനം, അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ഈ ഒരു അത്ഭുത വിത്ത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അത്ഭുത വിത്ത് എന്ന് പറയുന്നത് ചുവന്ന കളറിൽ ചെറുതായിട്ട് കാണപ്പെടുന്ന ആശാളി വിത്താണ്. ഈ കാണുന്നതാണ് ആശാളി വിത്ത്. ഇത് നമ്മൾ സാധാരണ ജീരക കഞ്ഞികളിലും അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ചെറുതിലേ മുതൽ പെൺകുട്ടികൾക്കൊക്കെ കൊടുത്തു വരുന്ന ഒരു സീഡാണ്. ഉഷ്ണവീര്യമാണെങ്കിൽ തന്നെയും ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് ഈ ഒരു വിത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഈ ഒരു ചെറിയ വിത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, അയൺ, അതുപോലെ തന്നെ ഫോസ്ഫറസ്, നാരുകൾ, വിറ്റാമിൻസ്, ഫോളിക് ആസിഡ്, ഈ പറഞ്ഞ ഒരുവിധപ്പെട്ട എല്ലാതരം പോഷകങ്ങളും ഈ ഒരു കുഞ്ഞൻ വിത്തിനകത്ത് അടങ്ങിയിരിക്കുന്നു. സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷമുണ്ടാകുന്ന അമിതവണ്ണം, ഹോർമോൺ ഇംബാലൻസ്, അതുപോലെ തന്നെ രക്തക്കുറവ്, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവ്, പോഷകങ്ങളുടെ കുറവ്, ഇതെല്ലാം തന്നെ സ്ത്രീകൾക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു വിത്ത് ഗുണപ്പെടുന്നതും സ്ത്രീകൾക്കാണ്. എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു വിത്ത് തന്നെയാണിത്. അമിതമായി ഉണ്ടാകുന്ന ഡയബറ്റിസ് കുറയ്ക്കുന്നതിനും അമിതമായി ഉണ്ടാകുന്ന വണ്ണം കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ശരീരത്തിൽ ഓവറായിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് കുറയുന്നതിനും പേശികൾക്കുണ്ടാകുന്ന വേദന കുറയുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ഒരുപാട് രോഗങ്ങളെ തടയുന്നതിനുമൊക്കെ ഈ വിത്ത് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉയർന്ന കൊളസ്ട്രോൾ കുറയുന്നതിനും നമ്മുടെ കരളിനുണ്ടാകുന്ന വീക്കം കുറയുന്നതിനും, അതായത് കരളിൽ അടിയുന്ന ഫാറ്റുകൾ കുറയുന്നതിനുമൊക്കെ നമ്മൾക്ക് ഈ ഒരു വിത്ത് വളരെ ഗുണകരമാണ്. പണ്ടൊക്കെ ജീരക കഞ്ഞികളിലും അല്ലെങ്കിൽ പാലിൽ കാച്ചിയുമൊക്കെ നമ്മൾ ഈ ഒരു ആശാളി ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്കും ഈ ഒരു ആശാളി പാലായോ അല്ലെങ്കിൽ കഞ്ഞികളിലോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒരു സ്പൂൺ ആശാളി കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്നതുമൊക്കെ നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിലുള്ള ഗുണങ്ങളെല്ലാം കിട്ടുന്നതിന് വളരെയധികം നല്ലതാണ്. പ്രധാനമായും രക്തക്കുറവിന്, കാരണം ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന ഒരു വിത്തുകളിലൊന്നാണ് നമ്മുടെ ഈ ആശാളി വിത്ത്. അതുകൊണ്ട് തന്നെ രക്തക്കുറവ് പെട്ടെന്ന് പരിഹരിക്കാനും HP ലെവലൊക്കെ നന്നായിട്ട് കൂടാനൊക്കെ നമ്മൾക്ക് ഈ ഒരു ആശാളി വിത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു കുഞ്ഞൻ വിത്തിനുള്ളത്. നമ്മൾക്ക് നമ്മുടെ സാധാരണ എല്ലാ കടകളിലും തന്നെ ആശാളി വിത്ത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനായിട്ട് നമ്മളിത് ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മൾ ഇത് കൃത്യമായി ദഹനത്തോടെ തന്നെ ഒരു സ്പൂൺ നമ്മൾക്കിത് കഴിക്കാവുന്നതാണ്. എങ്കിൽ തന്നെയും ചിലർക്കെങ്കിലും ഇത് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ദഹിക്കാതെ കിടക്കുന്നതും വയറുവേദന ഉണ്ടാകുന്നതിനും ഇതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും അതുപോലെ ഗർഭിണികളും ഇത് കഴിക്കുമ്പോൾ, അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരും ഒക്കെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ഒരു ഡോക്ടറെ സഹായത്തോടെ മാത്രം, അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളിത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ, നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, അമിതമായ കൊളസ്ട്രോള്, പൊണ്ണത്തടി, പ്രമേഹം, രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ
നമ്മുടെ അസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനം, രക്തക്കുറവ്, കാൽസ്യക്കുറവ്, ഇതെല്ലാം പരിഹരിക്കാനായിട്ട് നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾക്ക് ആശാളിപ്പാൽ എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ കഴിക്കാം എന്നതുകൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, നന്നായിട്ട് അധ്വാനിക്കുന്നവർക്കും, നമ്മളുടെ വീട്ടിലെ സ്ത്രീകൾക്കും എല്ലാവർക്കും ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതിന് ശ്രമിക്കുക. അപ്പോൾ ആശാളിപ്പാലിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. 2 സ്പൂൺ ആശാളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ചൂടാക്കിയ പാല്, തിളപ്പിച്ചെടുത്ത പാല് ഇതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. 2 ചെറിയ സ്പൂൺ ശർക്കര പൊടി നമുക്ക് ആവശ്യമെങ്കിൽ ചേർക്കാം. വീണ്ടും നന്നായി തിളപ്പിച്ച് അത്യാവശ്യം ഇതുപോലെ കുറുകി വരുമ്പോൾ നമ്മൾക്കൊരു പാത്രത്തിലേക്ക് പകർത്തി ഇത് കുടിക്കാവുന്നതാണ്. ചെറിയ ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് കുടിക്കാം. ശരീരത്തിന് വളരെയധികം ഗുണകരമാണ്. കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും നല്ലൊരു ഉറവിടം കൂടിയാണിത്. അപ്പോൾ ആശാളി വിത്തിനെ കുറിച്ച് ചെറിയൊരു വിവരണമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നിത്യജീവിതത്തിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.